ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മൾ ഒരു ജനതയുടെ സ്വപ്നമായ കോമളംപാലത്തിൻ്റെ മണ്ടയിലാണ്. ഇത് 2021 നമ്മുടെ ഒക്ടോബർ മാസം 17-ാം തീയതി രാവിലെ നോക്കുമ്പോൾ കോമളംപാലത്തിൻ്റെ ഒരു സൈഡ് ഇല്ലായിരുന്നു. കാരണം കോമളം പാലമല്ല പോയത്, പാലത്തിൻ്റെ ഒരു സൈഡിലെ സ്ഥലങ്ങളാണ് വെള്ളം എടുത്തുകൊണ്ട് പോയത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആ പാലം വളരെ ചെറുതും ഹൈറ്റ് കുറഞ്ഞതും ഒക്കെ ആയതുകൊണ്ട് മുളകളൊക്കെ വന്ന് തങ്ങി കിടന്നിട്ടാണ് നമ്മുടെ ആ കോമളത്തിൻ്റെ ആ വലത്ത് സൈഡിൽ കൂടെ വെള്ളം കയറി ഇറങ്ങി മണ്ണും ഒരു സ്ഥലത്തിന് ഒരു സൈഡ് മൊത്തം അന്ന് പോയതാണ്. അപ്പം ആ കോമളം പാലത്തിൻ്റെ പണി ഏകദേശം ഇപ്പോൾ കഴിഞ്ഞിട്ട് നമ്മുടെ MLA ഈ കാൽനട യാത്ര അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം അവർ ചെറിയ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും നിലവിൽ ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാനാണേലും ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ വിദേശികളായ ഒരുപാട് പേരുണ്ട്. കോമളം പാലം എന്ന് പറഞ്ഞത് ഒരു ജനതയെ ഒറ്റപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ്. അപ്പുറത്തെ ഭാഗത്തുള്ള ആൾക്കാർ വെണ്ണിക്കുളവായിട്ടുള്ള ടച്ചെല്ലാം വിട്ട് അവളൊരു നമുക്ക് അപ്പുറത്തോട്ടൊന്ന് കിടക്കണമെങ്കിൽ ഒരു 11-12 കിലോമീറ്റർ കറങ്ങി പുറമറ്റം വഴി മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി നമ്മൾ പണി ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, അവർ നമ്മുടെ കുരട്ടിക്കാവ് അമ്പലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു അമ്പലമാണ്. അവിടുത്തെ ഉത്സവങ്ങൾക്കൊക്കെ ഇവിടെ ഒരു പാലം അവർ നിർമ്മിച്ചിട്ടായിരുന്നു താൽക്കാലികമായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ പിന്നീട് ഒരു നല്ല വെള്ളം വരുമ്പോൾ അത് പാലം പോവുകയും പിന്നെയും പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരികയും ഉണ്ടായിരുന്നു. ഇപ്പം തൽക്കാലം പഴയ ഒരു കടത്തിലൂടെ ആയിരുന്നു ഇവിടെ അപ്പുറം ആൾക്കാർ വെണ്ണിക്കുളമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെണ്ണിക്കുളം സെൻറ്റ് ബെനാൻസിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ അക്കരെ ഉള്ളതുണ്ടായിരുന്നു. അവരുടെ പഠിപ്പൊക്കെ ആണെങ്കിലും കിലോമീറ്ററോളം താണ്ടി സ്കൂളിൽ വരേണ്ട ഒരു അവസ്ഥയിലൊക്കെ എത്തിയായിരുന്നു. ഇവിടെ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെണ്ണിക്കുളത്തിന് പോകാനായിട്ട്. ഇത് കാണും, ഇവിടുത്തെ ഈ സ്ഥലമാണ് അന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയത്. അവരിപ്പോൾ ഇവിടെ DR ഒക്കെ കെട്ടി സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇത് വർക്ക് മൊത്തം നമുക്ക് എടുത്തേക്കുന്നത് നമ്മുടെ ഊരാളിങ്കിൽ നിന്നും പറഞ്ഞ കമ്പനിയാണ്. അപ്പം ഇപ്പോൾ ഒരു 2-3 വർഷമായെന്ന് തോന്നുന്നു ഇവിടെ പണി ആരംഭിച്ചിട്ട്. അവർ ഇവിടെ നിന്ന് തന്നെ പണിയുകയായിരുന്നു ഈ പാലം. അപ്പം ഇതാണ് നമ്മുടെ ഈ പാലത്തിൻ്റെ അപ്പുറ വശം. ഇതുവഴി നമ്മുടെ BM കോളേജിലോട്ടൊക്കെ പോകാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പോകുന്നത്. അപ്പം ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ ആ അക്കരെയുള്ള റോഡ് പണിയുന്ന രാജ് സാറിൻ്റെ കൂടെ എനിക്കൊരു 3 കൊല്ലം ജോലി ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളാണെങ്കിൽ തന്നെ ഞങ്ങളുടെ ഓഫീസായിരുന്നത് ആ കാണുന്ന നമ്മുടെ ആ ബിൽഡിംഗ് ആയിരുന്നു ഞങ്ങളുടെ ഓഫീസ്. അപ്പം അവിടുന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പോഴേ വരണമെന്നുണ്ടെങ്കിൽ ഒരു 10-12 കിലോമീറ്ററോളം വണ്ടി ഓടിയായിരുന്നു ഇക്കരെ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ. ഒരു ഓഫീസിലേക്ക് ഒരു ആവശ്യത്തിന് വരണേലും ഒക്കെ അതുമാത്രം അല്ലെങ്കിൽ പടതോട് വഴി കറങ്ങിപ്പോകാം, അല്ലെ ഇതുവഴി കറങ്ങി വരണമായിരുന്നു. അപ്പം അത് KSTPയുടെ പ്രോജക്റ്റിലുള്ള വർക്കായിരുന്നു. അതിലൊരു ഭാഗമായി എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. അപ്പം ഇതാണ് നമ്മുടെ നിലവിലെ അവസ്ഥ. നടക്കാൻ മാത്രമായിട്ടിപ്പം തുറന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇവിടെ പെയിൻറ്റിൻ്റെ പണി കിടക്കുന്നു. ഇപ്പം നമ്മുടെ പഴയതിനേക്കാട്ടിലും നല്ല രീതിയിൽ ഹൈറ്റ് കൂടിയിട്ടാണ് ഇവിടുത്തെ പാലം പണിയുന്നത്. ഇനി അങ്ങനെ ഒരു വെള്ളം വന്നാലൊന്നും കോമളംകാരെ തോൽപ്പിക്കാൻ പറ്റില്ല രീതിയിലാണ് ഇപ്പം പണികൾ നടക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു യാർഡായിരുന്നു, അപ്പുറം കാണുന്നത് കേട്ടോ. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊരു യാർഡ് GSP ഒക്കെ ഇടാനായിട്ട് യാർഡ് ഇത് ഈ വെള്ളം കയറുന്നത് കൊണ്ട് നമ്മുടെ KSTPയുടെ പ്രോജക്റ്റിൽ കോൺക്രീറ്റാണ് ചെയ്തേക്കുന്നത്. PQC എന്ന് പറയും. ഈ കോൺക്രീറ്റാണ് നമ്മൾ ഇവിടെയൊക്കെ ചെയ്തേക്കുന്നത്. കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്താൽ വെള്ളം കയറുന്ന ഒരു സ്ഥലമൊക്കെ ആയതുകൊണ്ടാണ് ഈ കോൺക്രീറ്റ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ PQC ഇവിടെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ പാലം പണിയുടെ ഭാഗമായിട്ട് അവർ ഇവിടെ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നതും ഒക്കെ. അപ്പോൾ ഇത് ഇത് ഈ വഴി അങ്ങോട്ട് നേരെ പോകുന്നത് BM കോളേജിലോട്ടാണ്. BM കോളേജ്, മല്ലപ്പള്ളി, ഇതുവഴി നമുക്ക് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കല്ലൂപ്പാറ, ചാനശ്ശേരി അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കോമളം പാലത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ. അപ്പം കാൽനട മാത്രമായിട്ട് ഇപ്പോൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം നമുക്കിതുവഴി വാഹനങ്ങളൊക്കെ കടത്തിവിടാം എന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പം ബാക്കി വീഡിയോ കൂടെ കാണിക്കാം. അതെ, ഇവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു അല്ലേ മതി? ഒരുപാട് പ്രയാസം. ഞങ്ങൾക്ക് വരാൻ പോലും അപ്പുറം കൂടെ വന്നപ്പോൾ ഇന്ന് ബസ്സില്ല. അപ്പം ഞാൻ ചോദിച്ചു വെണ്ണിക്കുളം പാലം ഞാനിവിടെ അടുത്ത തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഇപ്പം ഒത്തിരി നാളായി പാലം പോയാണ് ഇതിലെ വന്നിട്ടേ. പ്രായമായില്ലേ. ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ പാലം? കുഴപ്പമില്ല. പിന്നെ നല്ല പണി ശരിയാക്കിക്കോണം, നല്ലതായിട്ട് ഉറപ്പ്. പിന്നെ മിറ്റിലായാലും സിമെന്റ് കുറയ്ക്കരുത് പാലത്തിന്റെ. അത് വർക്ക് കഴിഞ്ഞല്ലോ. ഇപ്പൊ വർക്ക് മണ്ണായോണ്ട് ഇവിടെ പാറയല്ലോ, പിന്നെ ഇടിഞ്ഞു താഴുന്നു. അതിന്റെ ഇത്രയും മുളക്കൂട്ടും എല്ലാം പോയത്. ഞാന്
ഒരു 62 കൊല്ലത്തിൽ കുറയാതായി ഇവിടെ താമസിക്കുന്നു. എവിടെയാ വീട്? എൻ്റെ വെണ്ണിക്കുളം മുതുവാല. ഇവിടെ തിരുത്തിക്കാട്ട് ഭഗവത്തിൽ എന്ന് പറയാം. പുള്ളിയൊക്കെ മരിച്ചുപോയി, അനിയനും മരിച്ചുപോയി, പിന്നെ അളിയനുണ്ട്, അതും മരിച്ചു. പിന്നെ അനിയൻ്റെ ഭാര്യയും ഇളയ നാത്തൂനും ഇവിടെ ഉണ്ട്. എന്നാ ഇതൊന്ന് കാണാമെന്നും കണ്ട ഞാൻ. അതെ, ഞങ്ങളും അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. 112 കോടിയോ മറ്റോ അനുവദിച്ചിരിക്കും. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഒരട്ടിക്കാവ് അമ്പലമാണ് അങ്ങോട്ട് പോകുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ പാലത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പാലത്ത്. ഇത് നമ്മുടെ കടവിലോട്ട് പോകുന്ന വഴിയാണ്. ഇത് നമ്മുടെ വ്ളോഗ് ചെയ്യാൻ വന്നേ. വ്ളോഗ് ഇവിടെ കാവൽക്കാരൊക്കെ ഇപ്പുണ്ട്. വ്ളോഗാ. ഒരുപാട് പേര് ക്യാമറയും തൂക്കി പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെന്നെ സംഭവം എന്ന്. അപ്പോൾ ഇതുവഴിയാണ് നടപ്പാത ഇപ്പം അനുവദിച്ചിരിക്കുന്നത്. ഒരു നടന്നു പോകാനുള്ള അവസ്ഥ തന്നെ ആയപ്പോൾ അമ്മച്ചിയൊക്കെ സന്തോഷം കണ്ടില്ലേ. അപ്പം വണ്ടികളൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ അപ്പുറത്തെ കടകളിലൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ എക്കരെ എന്നുള്ള ആൾക്കാർ വന്നൊക്കെ ആയിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരൊക്കെ 5-6 കിലോമീറ്റർ കടന്ന് മല്ലപ്പള്ളി പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആണ് നമ്മുടെ മണ്ണ് പോയടമൊക്കെ. വെള്ളം പഴയ പാലത്തിൻ്റെ വിഷ്വൽ കിട്ടുവാണെങ്കിൽ ഞാൻ താടി ചെയ്യാം. അപ്പം ഇവിടുത്തെ മണ്ണൊക്കെ പിന്നെ ഇവിടെ കൊണ്ട് ഉറപ്പില്ലാത്ത മണ്ണാണ്, ഫില്ല് ചെയ്തിട്ടേക്കുവാണ്. ആ ഒരു സ്ഥലം ഇങ്ങോട്ട് മണ്ണായിരുന്നു. അവിടെ നിന്നെല്ലാം മണ്ണെല്ലാം ഒലിച്ചു പോയതാണ് ഈ പാലത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പാലത്തിൻ്റെ അപ്രോച്ച് സ്ഥലമാണ് പോയത്. അപ്പം പാലത്തിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ അവർ മണ്ണിട്ട് അവിടെ ടാറിങ്ങാണോ കോൺക്രീറ്റ് ആയിരിക്കും മിക്കവാറും വരുന്നത്. അതിനുള്ള ഉറപ്പിക്കാനുള്ള നടപടികളൊക്കെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞായറാഴ്ചയായിട്ടും ഇന്നിവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് കൂടിപ്പോൾ 2 മാസത്തിനുള്ളിൽ വർക്ക് എല്ലാം തീരുമായിരിക്കും. വർക്ക് തീർന്ന് സഞ്ചാരയോഗ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ MLA ഇവിടുത്തെ മാത്യു ടി തോമസ് സാറൊക്കെയാണ് ഇവിടുത്തെ MLA. നമ്മുടെ ജിജിമാഷുമൊക്കെ ഉണ്ട്. അവരെല്ലാം കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. അവർ വന്ന് കാൽനടയ്ക്കുള്ള ഇത് സെറ്റ് ചെയ്തായിരുന്നു. അപ്പം ഈ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തപ്പം രാജീവ് മാത്യു സാറിൻ്റെ ഓഫീസായിട്ട് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ വിട്ട് കഴിഞ്ഞപ്പം ഇപ്പോൾ നമ്മുടെ KSEBയുടെ ബിൽഡിംഗ് ആണുള്ളത്. അപ്പോൾ JCB ഒക്കെ ഇട്ട് ഇവിടുത്തെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വെണ്ണിക്കുളത്ത് പുതിയ ഒരു ഹോട്ടലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാവേ. ഇവിടെ മണ്ണൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഇനിയും കാണാം. ഓക്കെ, ബൈ.